ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് 2026 UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ചാണ്. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ആരാണ് എക്സാം നടത്തുന്നത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. പിന്നെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് വീട്ടിലേക്ക് പോവാം. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഏത് നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. IAS, IPS, IFS പോലെയുള്ള ഓൾ ഇന്ത്യ സർവീസസിലേക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ടാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത്? അതായത് നമ്മൾ UPSC എക്സാമിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കും. അപ്പൊ നമുക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാജുവേഷൻ ആണ്. നമ്മൾ ഗ്രാജുവേഷൻ പാസ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇപ്പം കോളേജിലെ ഫൈനൽ ഇയറിലാണ്, അതായത് ഒരു ഫൈനൽ ഇയർ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എക്സാമിന് വേണ്ടിയിട്ട്. ജസ്റ്റ് പാസ് ആവണം. മെയിൻസിന്റെ ആ ഒരു ടൈമിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എങ്കിലും കയ്യിൽ ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 21 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയാണ്. എന്താണ് ജനറൽ കാറ്റഗറിയുടെ ആണ് പറയുന്നത് 21 തൊട്ട് 32 വയസ്സ് വരെ. ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് OBC അത് ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്നുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ എന്തുണ്ട് 35 വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാം എഴുതാം. പിന്നെ SC or ST ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ 37 ഇയേഴ്സ് വരെ, അതായത് 37 വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ്, എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 42 വയസ്സ് വരെ നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? ഗ്രാജുവേഷൻ ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഫൈനൽ ഇയറിലെ ഫൈനൽ ഇയർ ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് സെം ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കാനും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 21 to 32 ആണ്. ആർക്ക്? ജനറൽ കാറ്റഗറിക്ക്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ 35 വയസ്സ് വരെ എക്സാം എഴുതാം. SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ 37 വയസ്സ് വരെ എക്സാം എഴുതാം. പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ്, എന്തെങ്കിലും ഒരു ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അവർക്ക് എത്ര വയസ്സ് വരെ എക്സാം എഴുതാം? 42 ഇയേഴ്സ് വരെ, അതായത് 42 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് വരാം. നമ്മളിപ്പം ഏജ് ലിമിറ്റ് പഠിച്ചു. 35, 36, 37 എന്നൊക്കെ 32, 35, 37 എന്നൊക്കെ നമ്മൾ ഏജ് ലിമിറ്റ് കണ്ടു. പക്ഷെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഉണ്ട്. ഒരാൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ ഇത്ര അറ്റംപ്റ്റ് പറ്റുള്ളൂ എന്നുണ്ട്. ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ ഏജ് ലിമിറ്റ് എന്തായിരുന്നു? 21 തൊട്ട് 32 വയസ്സ് വരെയാണ്. അപ്പം അവരുടെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് വരുന്നത് 6 ആണ്, അതായത് 6 തവണ എക്സാം എഴുതാം. പിന്നെ OBCക്ക് വരുമ്പോൾ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് വരുന്നത് 9 തവണയാണ്. നമ്മൾ കണ്ടു OBCയുടെ ഏജ് ലിമിറ്റ് എത്രയാണ്? 35 വയസ്സ് വരെ, അതായത് 21 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ളതിൽ OBC കാൻഡിഡേറ്റ്സിന് 9 അറ്റംപ്റ്റ്സ് കൊടുക്കാൻ പറ്റും. അതുപോലെ SC ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അറ്റംപ്റ്റ് എത്രയാണ്? അൺലിമിറ്റഡ് ആണ്, അതായത് അൺലിമിറ്റഡ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ആണ് SC or ST കാൻഡിഡേറ്റ്സിനുള്ളത്. അവർക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 21 വയസ്സ് തൊട്ട് 37 വയസ്സ് വരെ എഴുതാം. അതിൽ എത്ര അറ്റംപ്റ്റ് വേണേലും നടത്താം. ആ ഒരു ഏജിൽ കിട്ടുന്നത്ര അറ്റംപ്റ്റ്സ് നടത്താം എക്സാമിൽ. ഇനി PWB മീൻസ് BD, അതായത് പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ്, അവർക്ക് എന്ത് അറ്റംപ്റ്റ്സ് നടക്കാൻ, എത്ര അറ്റംപ്റ്റ്സ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ജനറൽ ആണെങ്കിൽ എത്രയാ? ജനറൽ അല്ലെങ്കിൽ OBC ആണെങ്കിൽ 9 അറ്റംപ്റ്റ് ആണുള്ളത്. SC ആൻഡ് ST ആണെങ്കിൽ എത്രയാണ്? അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് ആണ് ഉള്ളത്. ഓർത്തു വെക്കുക, പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസിലെ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ OBC കാറ്റഗറി വരുന്ന കാൻഡിഡേറ്റ്സിന് 9 അറ്റംപ്റ്റ്സും SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സും ആണുള്ളത്. പിന്നെ EWS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എത്ര അറ്റംപ്റ്റ്സ് നടത്താൻ പറ്റും? 6 എണ്ണമാണ്. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് വരുന്നത് 6 ആണ് EWSന്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതാണ് EWSന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നോക്കാം. ജനറലിന് 6, OBCക്ക് 9, SC അല്ലെങ്കിൽ STക്ക് അൺലിമിറ്റഡ് ആണ്. PWBD, അതായത് പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസിൽ ജനറൽ ആൻഡ് OBCക്ക് വരുന്നത് 9 ആണ്. SC ആൻഡ് STക്ക് വരുന്നത് അൺലിമിറ്റഡ് ആണ്. പിന്നെ EWS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 6 ആണ് വരുന്നത്.
ഇത്രയേ ഉള്ളൂ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്. പിന്നെ ഉള്ളതാണ് എക്സാമിന്റെ സ്റ്റേജസ്. അതായത് എക്സാമിന്റെ സ്റ്റേജസ് വരുന്നത് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ 3 സ്റ്റേജസ് ആണ് വരുന്നത്. അത് പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവൽ എക്സാം ആണ്. അതെന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഒരു ക്വസ്റ്റ്യൻ തരും, അതിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഇനി മെയിൻസ് എക്സാമിനേഷൻ ആണെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്, മീൻസ് സബ്ജക്റ്റീവ് ടൈപ്പ്. റിട്ടൺ എക്സാമിനേഷൻ ആണ്. നമ്മൾ റൈറ്റ് ചെയ്യണം. എസ്സേ ഉണ്ടാവും, ഓപ്ഷണൽ ഉണ്ടാവും, ക്വാളിഫയിങ് പേപ്പേഴ്സ് ഉണ്ടാവും, അങ്ങനെ. ഇനി ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേജ് ആണ്. അത് മെയിൻസ് ക്വാളിഫൈ ചെയ്തവർക്കുള്ളതാണ് എന്ത്? ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പ്രിലിംസ് ക്വാളിഫൈ ചെയ്തവർക്കേ മെയിൻസ് ഉള്ളൂ. അതുപോലെ മെയിൻസും ക്വാളിഫൈ ചെയ്തവർക്കാണ് എന്തുള്ളത്? ഇന്റർവ്യൂ ഉള്ളത്. അതാണ് ഈ എക്സാമിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ 3 സ്റ്റേജസിലായിട്ടാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്? ബുക്സ് ഉണ്ട്, ബുക്ക് ലിസ്റ്റ് ഉണ്ട്. അത് കുറേ ഉണ്ട്, വളരെയധികം എമൗണ്ട് ആവും ബുക്സ് ഒക്കെ വാങ്ങാനായിട്ട്. പക്ഷെ നമുക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. ഇപ്പൊ പ്രിലിംസിന്റെ ആണെങ്കിലും മെയിൻസിന്റെ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പഠിക്കണം എന്നുണ്ടെങ്കിൽ സിസ്റ്റർ എന്റെ അടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി. പെയ്ഡ് നോട്ട്സ് ആണ്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. അതായത് ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഒരു കംപ്ലീറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് ചെയ്യാൻ മതി. ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഇതിനകത്ത് കൊടുത്തേക്കാം. ജസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഒന്നെങ്കിൽ PM ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ DM ചെയ്യുക. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും എന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കൊടുത്തേക്കാം. അപ്പൊ നോട്ട്സ് വേണമെന്നുള്ളവർ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാനത് പറഞ്ഞു തരാം. പിന്നെയുള്ളതാണ് എക്സാം. ജസ്റ്റ് നമുക്ക് എക്സാമിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇതിന്റെ മാർക്കുകളാണ്. പ്രിലിംസ് എക്സാമിനേഷനകത്ത് വരുന്നത് 2 പേപ്പേഴ്സ് ആണ്, GS പേപ്പർ 1 ആൻഡ് GS പേപ്പർ 2. ഈ GS പേപ്പർ 2 ആണ് എന്ത്? CSAT വരുന്നത്. GS പേപ്പർ 1 അത് GS സബ്ജക്ട്സ് ആണ് വരുന്നത്. ഈ GS പേപ്പർ 1 വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 200 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി GS പേപ്പർ 2 200 മാർക്കിന്റെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ അതെന്താണ്? ഒരു ക്വാളിഫയിങ് ടൈപ്പ് എക്സാമിനേഷൻ പേപ്പർ ആണ്. ക്വാളിഫയിങ് ടൈപ്പ് പേപ്പർ ആണ്. അതായത് 33% മാർക്ക് മതി നമുക്കത് ക്വാളിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, GS പേപ്പർ 1 എത്രയാണ്? 200 മാർക്കാണ്. GS പേപ്പർ 2 എത്രയാണ്? അതിനും 200 മാർക്കാണ്. GS പേപ്പർ 2 അതായത് നമ്മുടെ CSAT എന്താണ്? ഒരു ക്വാളിഫയിങ് പേപ്പർ ആണ്. അതിനൊരു 33% മാർക്ക് മേടിച്ചാൽ മതി നമ്മൾ ആ GS പേപ്പർ 2 പാസ്സാവാനായിട്ട്. ഇനി ഇതിലെ ടോട്ടൽ മാർക്സ്, പ്രിലിംസിന്റെ ടോട്ടൽ മാർക്സ് എത്രയാണ്? 400 മാർക്കിലാണ് വരുന്നത്. ഇതെന്താണ്? നമ്മൾ പറഞ്ഞു ഇതൊരു എൻട്രി ലെവൽ എക്സാം ആണ്, മെയിൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പ്രിലിംസ് പാസ്സാവുന്നവർക്ക് മാത്രമാണ് മെയിൻസ് എക്സാം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി വരുന്ന അടുത്തതാണ് എക്സാം ആണ് മെയിൻസ്. മെയിൻസ് എക്സാമിനേഷൻ ഒരു ക്വാളിഫയിങ് പേപ്പർ മെയിൻസ് എക്സാമിനേഷന് എത്ര മീൻസ് അതില് പല എക്സാംസ് നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ക്വാളിഫയിങ് പേപ്പർ അതായത് ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് ഒരു പേപ്പർ ഉണ്ടാവും, ഇംഗ്ലീഷിന്റെ ഒരു പേപ്പർ ഉണ്ടാവും. ഇത് രണ്ടും എന്താണ്? ക്വാളിഫയിങ് പേപ്പേഴ്സ് ആണ്. 300 മാർക്കിന്റെ വീതമാണ് അത് രണ്ടും ഉള്ളത്. പിന്നെ GS 1 to 4, GS 1 ഉണ്ട്, GS 2 ഉണ്ട്, GS 3 ഉണ്ട്, GS 4 ഉണ്ട്. ഈ GS 1, 2, 3, 4 എത്ര? അത് 250 മാർക്കിന്റെ വീതം എന്തുണ്ടാവും? GS 1 തൊട്ട് GS 4ന്റെ എക്സാം ഉണ്ടാവും. പിന്നെ ഓപ്ഷണലിന്റെ 2 പേപ്പർ ഉണ്ടാവും, അതും 250. ടോട്ടൽ അതും ഇതുണ്ടാവും. പിന്നെ ഓപ്ഷണലും 2 എക്സാംസ് ഉണ്ടാവും. ഓപ്ഷണൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം 2 എക്സാംസ് ഉണ്ടാവും. ഒന്നുകൂടി പറഞ്ഞുതരാം. മെയിൻസിലെ ക്വാളിഫയിങ് പേപ്പേഴ്സ് ഉണ്ട്, ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജും ഇംഗ്ലീഷും. അതിന് എത്രയാണ്? 300 മാർക്കിന്റെ ആണ് വരുന്നത്. അത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. അത് മെറിറ്റ് കമ്പ്യൂട്ടേഷന് ആ ഒരു മാർക്ക് എടുക്കത്തില്ല. പിന്നെയുള്ള GS 1 തൊട്ടുള്ള GS 1 തൊട്ട് GS 4 വരെയും ഓപ്ഷണലിന്റെ മാർക്കാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എടുക്കത്തുള്ളൂ? മെറിറ്റ് കമ്പ്യൂട്ടേഷൻ എടുക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം, പ്രിലിംസിന്റെ മാർക്സ് മെറിറ്റ് കമ്പ്യൂട്ടേഷന് എടുക്കത്തില്ല. മെയിൻസിന്റെ ഇന്റർവ്യൂവിന്റെ ആണ് മെയിൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ GS 1 to 4 ആൻഡ് ഓപ്ഷണൽ. അപ്പൊ അതിന്റെ ടോട്ടൽ മാർക്ക് വരുന്നത് എത്രയാണ്? 1750 ടോട്ടൽ മാർക്ക് മെയിൻസിന്റെ വരുന്നത്. പിന്നെ ഉള്ളതാണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ എത്രയാണ്? 275 മാർക്കിലാണ് ഇന്റർവ്യൂ. മെയിൻസ് ക്വാളിഫൈ ചെയ്തവർക്കാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് എന്ത്? എക്സാമിന്റെ സ്റ്റേജസ് അല്ലെങ്കിൽ അതിൽ വരുന്ന മാർക്സ് വരുന്നത്. പ്രിലിംസ് എത്രയിലാണ്? 400 മാർക്കിലാണ്. മെയിൻസ് 1750 ഇന്റർവ്യൂ 275. ഇതിൽ മെയിൻസിലെയും ഇന്റർവ്യൂവിന്റെ മാർക്ക് ടോട്ടൽ ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്? ഗ്രാൻഡ് ടോട്ടൽ വരുന്നത്. അത് മാത്രമേ മെറിറ്റ് കമ്പ്യൂട്ടേഷന് എടുക്കത്തുള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ എന്ത്? എക്സാമിന്റെ സ്റ്റേജസ് പഠിച്ചു, മാർക്സ് കണ്ടു, പിന്നെന്താണ്? നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് പഠിച്ചു.
എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കി, ഏജ് ലിമിറ്റ് നോക്കി, ആരാണ് കണ്ടക്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഇനിയാണ് എന്ത്, നമ്മൾ എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ശരിക്കും നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചായിരുന്നു. പക്ഷെ അവരൊന്നും അപ്പോഴേ പ്രിപ്പറേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ന്യൂസ് പേപ്പർ ഒക്കെ റീഡ് ചെയ്യുക, അത് മതി. കാരണം ആ ഒരു ടൈം +1 +2 ഒക്കെ എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് എന്താണ്, അതായത് 10th പഠിക്കുന്നവർ 10th കാര്യങ്ങൾ പഠിക്കുക, +2 പഠിക്കുന്നവർ അത് പഠിക്കുക. ഒരു ഗ്രാജുവേഷന്റെ ഓരോ ടൈമിലാവുമ്പോൾ എന്ത് ചെയ്താൽ മതി, പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഫൈനൽ ഇയർ ആകുമ്പോൾ ഗ്രാജുവേഷന്റെ ഫൈനൽ ഇയർ ആ ഒരു ടൈമിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഈ എന്താ പറയാ, ഗ്രാജുവേഷൻ നമ്മൾ ആരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ റെഫറൻസ് ബുക്കൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി, പിന്നെ എന്ത് ചെയ്യുക, ഡെയിലി ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക. ന്യൂസ് പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ നമ്മൾ എഴുതുന്നുണ്ട്, എന്ത് ചെയ്യണം, ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ചിരിക്കണം. ഒന്ന് ഇന്ത്യൻ എക്സ്പ്രസ് അല്ലെങ്കിൽ ദ ഹിന്ദു, ഇതൊക്കെ എന്താണ് ഏറ്റവും നല്ല ന്യൂസ് പേപ്പേഴ്സ് ആണ്. മോസ്റ്റ്ലി എന്താണ് UPSC ആസ്പിറൻസ് ഒക്കെ വായിക്കുന്ന ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് അല്ലെങ്കിൽ ഹിന്ദു ഒക്കെയാണ്. ജസ്റ്റ് അതൊന്ന് ഡെയിലി എന്ത് ചെയ്യുക, വായിച്ചു വെക്കുക. അല്ലെങ്കിൽ ഒരു മന്ത്ലി മാഗസിൻ, എന്തെങ്കിലും മാഗസീൻ അങ്ങനെ എന്തെങ്കിലും നോക്കിയാലും മതി. അപ്പം ഫൈനൽ ഇയറിൽ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. ഒരു 1 or 2 ഇയർ എടുത്താലും കുഴപ്പമില്ല, 1 ഇയറിലാണേലും എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പറേഷൻ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ സിവിൽ സർവീസ് എക്സാമിനേഷൻ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ എന്നല്ല, എഴുതാം, പാസ്സാവാൻ പറ്റത്തുള്ളൂ. ടഫസ്റ്റ് എക്സാം ആണ്. അപ്പം എന്ത് ചെയ്യുക, ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷനും നമ്മൾ അത്രയും രീതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഇനി ഇതൊരു ടോപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ഒരു എക്സാം ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാരണം ഹാർഡ് വർക്ക് ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഉറപ്പായിട്ടും എക്സാം നല്ല ടഫാണ്, പക്ഷെ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്താൽ പറ്റാത്തതായിട്ടൊന്നും ഇല്ലല്ലോ. സോ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം നമുക്ക് പാസ്സാവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ഓക്കെ, എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പേഴ്സ് ഡെയിലി റീഡ് ചെയ്യുക. അതുപോലെ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് NCERTs. എന്ത് ചെയ്യുക, അതായത് ഒരു ഇപ്പം NCERTs കമ്പൽസറി ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. നമ്മൾ NCERT പഠിച്ചാൽ മാത്രമേ ബാക്കിയുള്ള റെഫറൻസ് ബുക്ക് പഠിക്കാൻ പറ്റുമോ, അങ്ങനെയല്ല. ഇപ്പം ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ എടുത്ത് ഒരു എക്കണോമിക്സ് ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്കണോമി അല്ലെങ്കിൽ ആ ഒരു NCERT എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എനിക്കതിൽ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ എനിക്കൊരു എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ഞാൻ NCERT പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എന്താ പറയാ, എനിക്ക് ഇത്ര നല്ലതായിട്ട് ആ ഒരു സബ്ജക്റ്റിന്റെ ഒരു എന്താ പറയാ ബേസിക്സ് ഒരു അറിയില്ല, അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ NCERTന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പൊ NCERT, ന്യൂസ് പേപ്പർ, പിന്നെയാണ് എന്ത്, റെഫറൻസ് ബുക്കിലേക്ക് കടക്കേണ്ടത്. ഈ റെഫറൻസ് ബുക്ക് എല്ലാം വാങ്ങണം എന്നത് ഞാൻ പറയുന്നില്ല. അപ്പൊ അതിന്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്യുക. പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ ബുക്സിന്റെ ഒരു പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത്. കാരണം എല്ലാവർക്കും പഠിക്കട്ടെ, മാക്സിമം പഠിക്കാൻ പറ്റുന്നതിൽ എല്ലാവരും പഠിക്കട്ടെ എന്നുള്ള രീതിക്കാണ് നമ്മൾ അങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് സെൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് DM ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് PM ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.